അയ്യോ സുമലതയായിട്ടൊരു കമ്പാരിസൺ അത് എപ്പോഴും വരുന്നുണ്ട്. ആരാ അത് ഐഡന്റിഫൈ ചെയ്തത്? എനിക്കത് ഞാൻ ആദ്യം പുതിയ തീരങ്ങൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് വേണു അങ്കിൾ ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ അദ്ദേഹം ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ കൊണ്ട് സൺസ്ക്രീൻ ഒന്നും ഇടിയിപ്പിക്കാതെ വെയിലത്ത് കൊണ്ട് നിർത്തി. അങ്ങനെ ഞാൻ നന്നായിട്ട് കറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഐബ്രോസ് ഒന്നും പ്ലക്കിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആ സമയത്ത് വേണു അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ കണ്ടാൽ എനിക്ക് ആരെയോ ഒരു കട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു സുമലത്തെ പോലെ ഇരിക്കുന്നത്. പക്ഷെ അത് പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ പലരും അതിൽ കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും, കാരണം പുള്ളിക്കാരത്തി ഭയങ്കര സൗന്ദര്യല്ലേ. അതുപോലെ തന്നെയാണല്ലോ, അതുകൊണ്ടാണ് എല്ലാരും കമന്റ് ചെയ്യുന്നത് വയ്യാന്നാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇപ്പം യു ക്യാരി ഓൺ വിത്ത് ദ ലേറ്റസ്റ്റ് ഫാഷൻ ആൻഡ് ബ്യൂട്ടി. അപ്പം നമ്മുടെ വ്യൂവേഴ്സ് ലോട്ട് ഓഫ് ഗേൾസ് ഔട്ട് ദെയർ, അവർക്ക് എന്താ ഒരു ടിപ്പ് കൊടുക്കാനുള്ളത്? ചിലര് പറയും, എനിക്കത് എന്തിനാ അത് പറയുന്നവരോടാ, ഞാൻ നിറയെ വെള്ളം കുടിക്കാറുണ്ട്, ചിരിക്കുമ്പോൾ സൗന്ദര്യം കൂടും, അങ്ങനെയൊന്നുമല്ല. ബേസിക് ഞാൻ പണ്ടോട്ട് കോൺഷ്യസ് ആണ്. എൻ്റെ ഹെൽത്ത്, ബോഡി, എൻ്റെ വീട്ടിലെല്ലാവരും എക്സസൈസ് ചെയ്യും, കാരണം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ്. ഞാൻ ജിമ്മിൽ പോയിട്ട് ഭയങ്കര മെഷീൻസ് എടുത്ത് പൊക്കലോ അങ്ങനെയൊന്നുമില്ല. ഐ ഡു ബേസിക് യോഗ കാര്യങ്ങൾ. ഞാൻ എൻ്റെ സ്കിന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഐ നെവർ ഗോ ഫോർ ദിസ് ആർട്ടിഫിഷ്യൽ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യും. So that is the tip. എല്ലാം നാച്ചുറൽ ആയിരിക്കുക. If you want to do you can do. പക്ഷേ ഞാൻ മാക്സിമം ഇറ്റ്സ് ബീൻ ലൈക്ക് ഇയേഴ്സ് സിൻസ് ഐ ഡിഡ് ഫേഷ്യൽ. ഞാൻ ഫേഷ്യൽ പോലും ചെയ്തിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പൊ ത്രെഡ് പോലും ചെയ്യില്ല മര്യാദയ്ക്ക്. ആക്ടിംഗിൽ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും? എനിക്ക് പെർഫോമൻസിന് ഇഷ്ടമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അവരുടെ കുറേ ഇപ്പം എക്സ്പ്രഷൻസ് ആണെങ്കിലും അവരെങ്ങനെ ആ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുന്നത് അതൊക്കെ നോക്കാറുണ്ട്. ഐ ലവ് ആലിയ ഭട്ട് ഇഷ്ടമാണ്. ജെന്നിഫർ ലോറൻസ്, ഇവർ രണ്ടും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ്സ്. യു ക്യാൻ ഹാൻഡിൽ. ഞങ്ങൾ നാടൻ പെൺകുട്ടിയായിട്ട് കണ്ടിട്ടുണ്ട്, വെരി മോഡേൺ ഗേൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെ താല്പര്യമുള്ള ഒരു റോൾ, സംതിങ് യു വിഷ് ടു ഡു, ഇതൊന്നും അല്ലാത്ത ഒരു ടൈപ്പ്. ഫോർ എക്സാമ്പിൾ ആലിയ നമുക്ക് ആ ഒരു ഇത് കാണിച്ചു തന്നത്, ഷീ ക്യാൻ ഡു ദ മോസ്റ്റ് മോഡേൺ ഗേൾ ആൻഡ് ദെൻ കമ്മിങ് ഡൗൺ ഇൻ ദ മോസ്റ്റ് നാടനായിട്ടും ചെയ്യാമെന്ന് കാണിച്ചത്. സംതിങ് ലൈക്ക് ഇൻ ബിറ്റ്വീൻ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹമാണ് എനിക്ക്. ലൈക്ക് മോഡേൺ, നാടൻ അങ്ങനത്തെ അല്ല. ഐ വോണ്ട് ടു ഡു ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പം റിയൽ ലൈഫ് സ്റ്റോറീസ്. പിന്നെ ഞാൻ കോമഡി ചെയ്യാൻ എനിക്ക് അങ്ങനെ വഴങ്ങുമെന്ന് എനിക്ക് അറിയില്ല, കാരണം അത് നല്ല ടൈമിങ് വേണം. എൻ്റെ ബോഡി അങ്ങനത്തെ ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഇത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേ ബി നമ്മളൊരു ആക്ടർ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് പെർഫോമൻസ് മനസ്സിലാക്കുന്നതായിരിക്കാം. സോ ഐ ലവ് ടു ഡു ഈ സ്പോർട്സ് ഡ്രാമാസ്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ട്. ഈ സ്ട്രഗ്ലിംഗ് സ്റ്റോറീസ് അങ്ങനത്തെ ഒക്കെ. ഇപ്പൊ മൂവീസിൽ ഒരു ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ സിനിമയിൽ ഒരു ഗോഡ് ഫാദർ, ലൈക്ക് someone who really you